അവരൊരു 6 ഐറ്റംസ് ഫുഡ് ഐറ്റംസ് നമുക്ക് തന്നു. അപ്പോൾ അതിൽ ഒരു 2 ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ 2 ഐറ്റം ഞാൻ അവരിപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഡിഷാന്ന് പറഞ്ഞാലും ഞാൻ അതിന് ഒഴിവാക്കും. സ്ത്രീകളെ ഇൻസ്പയർ എൻ്റെ ലൈഫ് കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്കെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഹ്യൂമൻസിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ലേഡീസിന് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എവിടുന്നാ വന്നതെന്ന് എനിക്കറിയാം. അതൊന്ന് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഫ്രം ചിൽഫിൽ ടോക്സ്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവരുടെയും എന്ന് പറയുന്നതിനേക്കാളും ലേഡീസിന്റെ കണ്ണിലുണ്ണിയായ ജസീറ അബ്ദുൽ ജലീൽ, better known as Mindu Sulaimani. She is a travel influencer and moreover she is a founder of WHS UAE. Welcome to the show. Thank you. അപ്പോൾ മിൻഡു എൻ്റെ ക്ലോസ് ഫ്രണ്ടും കൂടെയാണ്. അപ്പം ഞാൻ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ടെന്നുള്ള ഒരു ഇതിലാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാക്സിമം എൻ്റെ കയ്യിൽ നിന്നിട്ട് ചോദിക്കാം. എന്നാലും ഫസ്റ്റ് തന്നെ മിൻഡു സുലൈമാനി എന്ന പേര് വരാനുള്ള റീസൺ, ആ പേര് സെലക്ട് ചെയ്യാനുള്ള റീസൺ? എൻ്റെത് ഒന്നും ബൈ ചോയ്സ് അല്ല, എല്ലാം ബൈ ചാൻസ് ആണ്. ഇത് ഞാൻ മുന്നേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എനിക്ക് ഓൾറെഡി അറിയാത്ത ആൾക്കാർക്ക്, ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഫുഡ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ എൻ്റെ പേര് ജസീറ ഫുഡി, അങ്ങനെ എല്ലാവരും അവൻ്റെ പേരിൻ്റെ കൂടെ ഫുഡി ഇട്ടിട്ടാണല്ലോ ഒരു ഫുഡ് വ്ളോഗർ. അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ഫ്ലേവറുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം. സുലൈമാനി ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിലൊരു ഫ്ലേവറും കൂടെ ഇട്ട് മിൻഡു സുലൈമാനി. അങ്ങനെയാണ് പേരിന്റെ വരവ്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം, ഈ ടീച്ചർ എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്ന് ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാനുള്ള ഒരു ലൈക്ക് മോട്ടിവേഷൻ ഓർ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ടീച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ടീച്ചിങ് തന്നെയാണ്. അത് ഞാൻ എൻ്റെ വ്ളോഗ്സിലൂടെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ UAE ടീച്ചറിന് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജീവിതത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് പൈസ കൂടുതൽ വേണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഈ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാതെ പൈസയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്ലോലി കംപ്ലീറ്റ്ലി ടീച്ചിങ് നിന്ന് ഫുൾ ടൈം ഇതിലേക്ക് മാറി. അത്രേ ഉള്ളൂ. അപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്? അതൊന്നുമില്ല, ഞാൻ ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോഴും അന്ന് ആ പൈസ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പോൾ ഈ പൈസ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ നാളെ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത് വന്നാൽ അതിലും അൽഹംദുലില്ലാഹ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ മിൻഡുവിന് ഇപ്പം ലൈക്ക് WHS UAE എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? WHS കമ്മ്യൂണിറ്റി ആദ്യം തന്നെ UAE എല്ലാ ലേഡീസിനെയും WHS ഫാമിലിയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. WHSന്റെ അണ്ടറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ട്രാവലാണ് മെയിനായിട്ട്. UAEയിലുള്ള ലേഡീസിനെ നമുക്ക് എല്ലാ മാസങ്ങളിലും ഡിഫറെൻറ്റ് രാജ്യങ്ങളിലേക്ക് ഒരു 30 ആൾക്കാരുടെ ഗ്രൂപ്പായിട്ട് നമ്മൾ പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇതിൽ കൂടുതലും വരുന്നത് ഇപ്പോൾ ഹസ്ബൻഡൊക്കെ ബിസി ആയിട്ടുള്ള ആൾക്കാർ, ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ സേഫ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതങ്ങനെ ഒരു ഫാമിലി, WHS ഫാമിലി അങ്ങനെ ആയി. പ്ലസ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് കുറച്ച് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റമദാൻ്റെ ഒക്കെ സമയത്താണെങ്കിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ചെറിയ ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ UAEയിൽ വൃദ്ധസദനം ഉണ്ട് എന്ന് എത്ര ആൾക്കാർക്ക് അറിയാം? നമ്മൾ വൃദ്ധസദനം പോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പം നാട്ടിലാണെങ്കിൽ കുറേ വൃദ്ധസദനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ബന്ധങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു കുട്ടികൾക്ക് ആ ഒരു ബോധമുണ്ട്. ഇപ്പോൾ ഇവിടെ ലൈഫ് എന്താണെന്ന് അറിയണമെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ UAEയിലും അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ പോയി കാണുക, അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് അതും ലൈഫിൽ, കുട്ടികൾക്ക്, ഫാമിലിക്ക്, നമുക്കൊക്കെ ലൈഫിന് ഒരു വാല്യൂ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഇൻഫർമേഷനാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ മിൻഡു സുലൈമാനി എന്ന് നമ്മൾ നോക്കുമ്പോൾ ലേഡീസിനെയും കൊണ്ട് ട്രാവൽ ചെയ്യാന്നുള്ള മാത്രമാണ് മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത്. അപ്പം ഇതും ലൈക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ലൈക്ക് മിൻഡു സുലൈമാനി എന്ന ബ്രാൻഡ്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്തായിട്ട് കാണാനാണ് ലൈക്ക് ഫ്യൂച്ചറിൽ താല്പര്യം? സ്ത്രീകളെ ഇൻസ്പയർ, എൻ്റെ ലൈഫ് കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്കെങ്കിലും, ഞാൻ വിചാരിക്കുന്നത് ഹ്യൂമൻസിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത് ലേഡീസിനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ എവിടെ ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഞാൻ മുന്നോട്ട് പോകുന്നിട്ടുണ്ട്. സോ മിൻഡു സുലൈമാനി എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് എങ്ങനെ ഫ്യൂച്ചറിൽ കൊണ്ടുപോകണം എന്നാണ്
ലൈക്ക് ഇപ്പം മീൻഡു ട്രാവലിംഗ് ഉണ്ട്, ഫുഡ് വ്ളോഗിംഗ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് യുവർ മോട്ടോ ലൈക്ക് വിത്തിൻ ലൈക്ക് 5 years or 10 years? ലൈക്ക് എന്താണ് ആ ബ്രാൻഡിൻ്റെ വിഷൻ? ആളുകളെ ഇൻസ്പയർ ചെയ്യുക, പ്രത്യേകിച്ചും സ്ത്രീകളെ. ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അതും 2 കൊല്ലം കൊണ്ട് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ ഇൻസ്പയർ ആയിട്ട് അവർക്ക് എനിക്ക് പറ്റുമെങ്കിൽ അവർക്കും പറ്റും എന്നുള്ളതാണ് ആളോട് എനിക്ക് പറയാനുള്ളത്. ഈ ഫോളോവേഴ്സും ആയിട്ടുള്ള ഈ കണക്ഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണ്. ഫോളോവേഴ്സ് ത്രൂ പോസ്റ്റ് ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൊമോഷൻ ചെയ്യുന്നത് കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, അതേപോലെ ഇപ്പോൾ ലേഡീസിൻ്റെ എൻ്റെ ഫോളോവേഴ്സ് കൂടുതലും ലേഡീസാണ്. സാധാരണ എല്ലാവരും പറയാം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെ ഇൻക്ലൂഡിങ് യു ആൺകുട്ടികളായിരിക്കും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എന്നെ കൂടുതലും സ്ത്രീകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ. അല്ല, ഇതിപ്പം എല്ലാ ഫോളോവേഴ്സും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ലൈക്ക് യു ഗീവ് റിപ്ലൈ ടു ദം ഓർ ലൈക്ക് ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ്? ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ പോലും ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്. നോക്കി ഞാൻ ഇത് അത്ര നല്ലൊരു ക്വാളിറ്റി അല്ല, ഭയങ്കര എൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തിനാ ഈ ചോദ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ ആർക്കെങ്കിലും റിപ്ലൈ തരാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതിനുള്ള കാരണമാണ് ഇവിടെ നമുക്കും പോലും റിപ്ലൈ കിട്ടാൻ എടുത്ത് ചോദിച്ചതാണ്. റീഡ് ചെയ്യാത്ത മെസ്സേജ് എത്ര ഉണ്ടോ വാട്സാപ്പിൽ? 1096 മെസ്സേജസ് ഗൈസ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്കറിയില്ല, ആൾക്കാർ എനിക്ക് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ലേഡീസ് ഇട്ടോ, അപ്പം മെസ്സേജ് പെട്ടെന്ന് ഇങ്ങനെ താഴേക്ക് പോവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കുറച്ച് ആൾക്കാർക്കൊക്കെ റിപ്ലൈ കിട്ടുന്നുള്ളൂ. അതാണ് സത്യം. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാ കാണുന്നത്? നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത സംഭവങ്ങളായിരിക്കും ഈ നെഗറ്റീവ് കമന്റ്സ്. അത് ഇടുന്ന ആൾക്ക് പോലും അറിയില്ല അയാൾക്ക് എന്ത് മനസ്സുഖത്തിന് കിട്ടുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് പൊതുവെ കുറവാണ്. എനിക്ക് അൽഹംദുലില്ലാ കുറവുള്ള ആൾക്കാർക്കായിരിക്കും പെട്ടെന്ന് ഒരു കമന്റ് വരുമ്പം ഭയങ്കര ഹേർട്ട് ആവുക. സോ ലൈക്ക് ഹൗ ഡു യു ടേക്ക് ഇറ്റ്? ഞാൻ അത് വായിക്കും, എനിക്ക് ഹേർട്ടാവും, ഞാൻ അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരും ആരാ വിളുന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ മെസ്സേജ് ഒക്കെ വരും, അത് നീ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഞാൻ അപ്പം ലൈക്ക് ഈ ട്രാവലിംഗ്, ഇപ്പൊ നമുക്ക് ട്രാവലിലേക്ക് പോവാം. ലൈക്ക് യു ആർ കമ്മിങ് ഫ്രം കാലിക്കറ്റ്, മുക്കം. ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാനും കാലിക്കറ്റിനാണ്. ലൈക്ക് ഫാമിലി അല്ല, ഞാൻ കാലിക്കറ്റിനാണ്. ഞാൻ തോന്നുന്നു എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ. ഞാൻ പറയാണ് ലൈക്ക് എൻ്റെ ഫാമിലി ലൈക്ക് ഇറ്റ്സ് എ ഓർത്തഡോക്സ് ഫാമിലി ആൻഡ് നിൻ്റെതും അങ്ങനെ തന്നെ ആയിരിക്കും, ലൈക്ക് ഓർത്തഡോക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഈ സോളോ ട്രാവലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുള്ള ആ ഒരു അപ്രോച്ച് എന്തായിരുന്നു? ഉമ്മക്കൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പേടി ഉണ്ടായിരുന്നേ. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞേക്കാത്ത കുട്ടിയേനു പണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത്. ഇങ്ങനെ എന്താന്ന് ഓർക്കൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ മാസം നാട്ടിലൊക്കെ പോയപ്പോൾ എൻ്റെ ഉമ്മാക്കൊക്കെ ഇപ്പോൾ എല്ലാവരോടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഓള് ദുബായിൽ എല്ലാ ആൾക്കാരൊക്കെ ലേഡീസിനെ ട്രിപ്പ് കൊണ്ടുപോകുന്ന ആളാണ്. ഇപ്പം ഈവൻ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ കാണുമ്പോൾ നമ്മളെ കൂട്ടിയിട്ട് പോ ട്രിപ്പിന്, ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ട്രിപ്പ് വെക്ക്, അങ്ങനെയൊക്കെ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ ട്രിപ്പ്? ഇൻഷാല്ല കുറേ എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ സൂൺ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാരെയും കൂട്ടിയിട്ടും ഡിഫറെന്റ് രാജ്യങ്ങളിലേക്ക് പ്ലാൻ ആക്കണം. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് എങ്ങോട്ടായിരിക്കും പ്ലാൻ ചെയ്യുക? ഏഷ്യൻ കൺട്രി ആയിരിക്കും. കാരണം ഇപ്പോൾ യൂറോഷ്യയിലൊക്കെ ആണെങ്കിൽ കുറേ വിസന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏഷ്യൻ കൺട്രിയിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഓണറബിൾ വിസ അല്ലെ ഫ്രീ വിസ കൺട്രീസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായാലും പ്ലാൻ ചെയ്യാം. ലൈക്ക് തായ്ലൻഡോ മലേഷ്യ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പോയ കൺട്രീസിൽ ഏറ്റവും ഫേവറേറ്റ് കൺട്രി ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, എത്ര കൺട്രീസ് കവർ ചെയ്തു ടോട്ടലായിട്ട്? ഞാൻ ഓരോ രാജ്യങ്ങൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കുറേ രാജ്യങ്ങൾ റിപ്പീറ്റഡ്ലി ട്രാവൽ ചെയ്താൽ. ഇപ്പോൾ യൂറോഷ്യൻ രാജ്യങ്ങളൊക്കെ ഒരു രാജ്യം തന്നെ 12 പ്രാവശ്യമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡിഫറെൻറ്റ് രാജ്യങ്ങൾ കവർ ചെയ്തത് ആകെ ഞാൻ 20 രാജ്യമേ പോയിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളും കവർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ടോട്ടൽ എത്ര കൺട്രീസ് ഉണ്ട്? അതൊന്നും കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. 190.
495 ഉണ്ട്. 493 പറയാൻ വെച്ച് 2 കൺട്രീസും കൂടെ കൂടുതലാ. 195 രാജ്യങ്ങളുടെ കട്ട് ചെയ്യൂല കേട്ടോ. ഇത് കട്ട് ചെയ്യൂല. ബട്ട് യു സെഡ് ഇറ്റ് റൈറ്റ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ 193 ആയിരുന്നു എന്റെ ആൻസർ. 195 കൺട്രീസ് ആണ് ടോട്ടൽ. സോ ലൈക്ക് ഈ പോയതിൽ ഏറ്റവും ഫേവറേറ്റ് കൺട്രി ഏതാ? കുറച്ച് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള രാജ്യങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈജിപ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രാജ്യമാണ്. പിന്നെ ഞാൻ ജോർഡൻ പോയപ്പോൾ ഞാൻ ഇസ്ലാമിക് ഹിസ്റ്ററീസ് ഒക്കെ കുറേ ഇഷ്ടമായിരുന്നു എനിക്ക് പണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോർഡനും എനിക്ക് ഇസ്ലാമിക് കുറേ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ ജോർഡൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഫസ്റ്റ് സോളോ ആയിട്ടാണോ പോയത്? ജോർഡനൊക്കെ ഞാൻ സോളോ ആയിട്ടാണ്. സോളോ എന്ന് പറയാൻ പറ്റും, എന്റെ സൈഡിൽ നിന്ന് ഞാൻ സോളോ ആയിരുന്നു. പക്ഷേ മലയാളി കമ്മ്യൂണിറ്റിന്റെ കൂടെ അല്ല ട്രാവൽ ചെയ്തത്. എന്റെ സോളോ ട്രിപ്പ് ആയിരുന്നു, പക്ഷേ വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വേറെ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇനി ഈ കൊളാബറേഷൻസിന്റെ വരുമ്പം ഇപ്പോൾ ട്രാവൽ മാത്രമല്ല ഫുഡ് ബ്ലോഗിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബ്രാൻഡുമായിട്ട് കൊലാബ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഹൗ ഡു യു ചെക്ക് ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ദ ബ്രാൻഡ്? ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഫുഡിന്റെ വ്ളോഗ്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫുഡിന്റെ വ്ളോഗ്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ ചെല്ലുന്ന സമയത്ത് അവരൊരു 6 ഫുഡ് ഐറ്റംസ് നമുക്ക് തന്നു. അപ്പോൾ അതിൽ ഒരു 2 ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ 2 ഐറ്റം ഞാൻ അവരിപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഡിഷാന്ന് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കും. ഞാൻ പറയും ഇതെനിക്ക് ഇതിലാക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി 4 ഐറ്റമേ ഞാൻ ഇൻക്ലൂഡ് ആക്കാറുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട് മുന്നേ നമ്മൾ പരിചയപ്പെട്ടൊരു സമയത്ത് ലൈക്ക് നീ ഒരു ഹോട്ടലിൽ ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ലൈക്ക് നിനക്കൊരു നെഗറ്റീവ് കമന്റ് തന്നിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നീ റിമൂവ് ചെയ്യിപ്പിച്ച വീഡിയോസും ഉണ്ട് എനിക്ക്. അതായത് അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. കാരണം വെച്ചാൽ മെയിൻലി ഇപ്പം ലൈക്ക് സോഷ്യൽ മീഡിയ ടോക്ക് എന്നുള്ള നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് പറഞ്ഞു പൈസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ റിമൂവ് ചെയ്ത വീഡിയോസും എനിക്കുണ്ട്. അപ്പം നെക്സ്റ്റ് ഇപ്പം ലേഡീസ് ട്രിപ്പ് എങ്ങോട്ടാ പ്ലാൻ ചെയ്യുന്നത്? അടുത്തത് നമ്മൾ ഈ ജാനുവരി 23 അർമേനിയയിലേക്കാണ്. 31 ആൾക്കാരാണ് ട്രാവൽ ചെയ്യുന്നത്. അർമേനിയക്ക് നമ്മുടെ ഇത് മൂന്നാമത്തെ ട്രിപ്പാണ്. ഈ ലേഡീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഡിഫറെന്റ് കാറ്റഗറി ഏജിലുള്ള ആൾക്കാരുണ്ടാവും. സോ ലൈക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് അവരെ മാനേജ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ ട്രിപ്പിൽ ഏജ് കാറ്റഗറി ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ചെറിയ ഇൻഫൻസിന് മുതൽ എത്ര ഏജിലുള്ള ആൾക്കാർക്കും നമ്മുടെ കൂടെ വരാം. പിന്നെ മെഡിസിൻസ് എന്തൊക്കെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ നമ്മൾ റിസ്ക് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ അവർക്ക് ഒരു ട്രാവൽ ചെയ്യണമെന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ എനിക്ക് അൽഹംദുലില്ലാ ഇതുവരെ വന്നതൊക്കെ എന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഇതുവരെ അങ്ങനെ ഞാൻ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തിട്ട് മാനേജ് ചെയ്യേണ്ട ആൾക്കാരൊന്നും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതുവരെ. സോഫാർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത ആൾക്കാരൊക്കെ ഇതുവരെ അൽഹംദുലില്ലാ എല്ലാം അടിപൊളി ട്രിപ്പായിരുന്നു. ആൻഡ് ലാസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് കൊണ്ടുപോയ ടീംസ് ലൈക്ക് മിന്റുവിന് ഒരു ഗിഫ്റ്റ് തരുന്നതും ലൈക്ക് അവർക്ക് ഫീൽ ചെയ്തത് സംസാരിച്ചതും. സോ ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ സീയിങ് ഓൾ ദോസ് തിങ്സ്? ഞാൻ ആ ഒരു സംഭവം എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഓസ്കാറാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ആൾക്കാർ മനസ്സിലേക്ക് എടുക്കുക, എന്നെ മനസ്സിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ മൊമെൻറ്റ്സ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ എൻ്റെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മൾ അറിയുന്ന ആൾക്കാർ ആയിരിക്കും ഞാൻ ഇവളെ എൻ്റെ ഫ്രണ്ടായിരുന്നിട്ട് ഇരുന്ന് പൊക്കിയടിക്കാം. ലൈക്ക് ഇതൊക്കെ ലൈക്ക് ജെന്യൂൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഷീ ഈസ് ലവ്ഡ് ബൈ മെനി. അത് ഞാൻ മിൻഡു അത് പറയാം, യു ആർ ലവ്ഡ് ബൈ മെനി. കാരണം ഈവൻ എൻ്റെ മെയിൽ ഫ്രണ്ട്സ് ആയാലും ലൈക്ക് മിൻഡു സുലൈമാനി എന്ന് പറയുമ്പോൾ ലൈക്ക് അവരുടെ ഫാമിലിയിൽ ആരൊക്കെ നിങ്ങളുടെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ആർ സേയിങ് യു ആർ ദ ബെസ്റ്റ് ലേഡി. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സോ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് ആണെന്ന് എനിക്കെന്നെ അറിയില്ലായിരുന്നു ആൾക്കാരെ എനിക്ക് ഈ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതെന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ട്രാവല്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ആൾക്കാരുടെ സ്നേഹം കിട്ടുക, പരിഗണന കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അതാണ് എനിക്ക് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അതിലുണ്ടായാലും അടുത്തൊരു ട്രിപ്പ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. ആൻഡ് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞ ലൈക്ക് ഇത് നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ടതാണ്. ലൈക്ക് ഒന്നോട് ചോദിക്കുകയാണ് ഞാൻ, ലൈക്ക് ഈ ട്രിപ്പ് ഇങ്ങനത്തെ ലേഡീസിനെ കൊണ്ടുപോവുക എന്നുള്ള ഒരു തോട്ട് ഫ്രം വെർ ഡിഡ് ഇറ്റ് ഒറിജിൻ ലൈക്ക് നൗ? ആ ഒരു തോട്ട് എങ്ങനെയാണ് മിൻഡുവിൻ്റെ തലയിലേക്ക് വന്നത്?
അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ബൈ ചോയ്സ് അല്ല, പ്ലാൻ ചെയ്തതല്ല, എല്ലാം ബൈ ചാൻസ് ആണ്. ഇവിടെ കോൺഫിഡൻസ് വേണ്ടേ, ലൈക്ക് ഇത്രയും ആൾക്കാരെ കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു എനിക്കൊരു ഭയങ്കര, ഞാനൊരു കുറെ ഇരുന്ന് ആലോചിച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കി ചെയ്തൊരു കാര്യമല്ല. ഓക്കെ, വരുന്നിടത്ത് വെച്ച് എനിക്ക് മുന്നോ വീട് നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വല്ലതും വരുന്നിടത്ത് വെച്ച് ഓക്കെ പോവന്നെ. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു പോരട്ടെ ചോദിച്ചു, ഞാൻ പോരെന്ന് പറഞ്ഞ് പോയി, അത്രേ ഉള്ളൂ. you are the first lady influencer like now who started this ladies trip and all. ഇപ്പം കുറേ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ ഞാനും തിങ്ക് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവരോടൊക്കെ മിന്റുവിന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, അതാണ് എനിക്ക് പറയാം. ബട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിന് നോക്കണം, എന്തൊക്കെ കാര്യം, പ്രോസ് ആൻഡ് കോൺസ്. ലൈക്ക് ഇപ്പം ഇങ്ങനെ ഒരു ലേഡീസ് ട്രിപ്പ് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ലൈക്ക് ഫസ്റ്റ് ലൈക്ക് ഈ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്ക് കുറച്ച് പേഷ്യൻസ് വേണം. ലൈക്ക് സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് എന്താ? എൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും, നീ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് എനിക്ക് പേഷ്യൻസ് വേണം എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ആൾക്കാരോടും എനിക്ക് അതിനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇത് എന്നെ പേഷ്യൻ്റ് ആക്കി, ഈ ട്രിപ്പ് എന്നെ പേഷ്യൻ്റ് ആക്കി. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത്രയും പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ഉണ്ടായി വരാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്ത് മനുഷ്യന് വേണ്ടത് നമ്മളെ പഠിച്ചോണ്ട് സൃഷ്ടിച്ചത് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും കിട്ടുമ്പോൾ ഏത് മനുഷ്യനും മാറും. അപ്പോൾ ഈ പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ട്രിപ്പ് ചെയ്യാതിരിക്കുക, അത് വേണ്ട എന്ന് പറയാന്ന് അങ്ങനത്തെ ഒരു സാധനം ഇല്ല, അത് നമ്മളാക്കും. പിന്നെ ഈ ഇതുവരെ ചെയ്ത കൊലാബറേഷൻസ് ലൈക്ക് ഇപ്പോൾ ട്രാവൽ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഓൺലി ട്രാവൽ ആൻഡ് ഫുഡ്, ലൈക്ക് അതർ ഇൻഡസ്ട്രീസ് ഓൾസോ യു ഡു ദ പ്രൊമോഷൻസ്, ലൈക്ക് ഇതിലൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടും ലൈക്ക് ഒരു ലൈക്ക് ഫുൾഫിൽമെന്റ് എന്ന് തോന്നിയ ഒരു കൊലാബറേഷൻ ഏതാണ്? ഓർ ലൈക്ക് ഒരു റീച്ചിലേക്ക് എത്തിച്ചൊരു കൊലാബറേഷൻ? ഇത് പറയുമ്പോൾ എനിക്ക് പറയേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ ടീച്ചിങ്ങിന്ന് ഓക്കെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ആ സമയത്ത് ഞാൻ ഓക്കെ ഇതിന്നിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും നല്ല പൈസ ഒക്കെ മേടിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നാളെ തന്നെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയതോ പിന്നെ അതൊന്നും ഇല്ല, പ്രൊമോഷൻസ് ഒന്നും. അതുവരെ ഞാൻ പെയ്ഡ് ചെയ്യുന്നുമില്ല കേട്ടോ, പെയ്ഡും ചെയ്യുന്നില്ല. പക്ഷെ ഇത് ചെയ്യണം എന്നുള്ളൊരിതിൽ ഇറങ്ങി. പിന്നെ എനിക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല. അതിൻ്റെ അടുക്കാണ് ഒരു തന്നെ അജ്മാലിലെ ചാച്ചാമച്ചി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഒരു ഇതിനെ വിളിച്ചത്, വ്ളോഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അതൊക്കെ ചോദിച്ചു എത്രയാണ് ചാർജ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഇതുവരെ ചാർജൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു തരാം, എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ വീഡിയോ ചെയ്ത് ഭയങ്കര റീച്ച് പോയത്. അപ്പോൾ അയക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 500 dirhams തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 500 dirhams വന്നു. അപ്പോൾ അത് വാങ്ങുമ്പോൾ എൻ്റെ കൈയൊക്കെ വിറക്കുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇതാണ്, പെയ്ഡാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വിളിച്ചിട്ട് പറയും എനിക്കറിയില്ല എനിക്ക് എന്തിനാ എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാറുണ്ട്. ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അതുവരെ കൊണ്ടുപോയിട്ടില്ല, ഉമ്മാനൊക്കെ ഞാൻ കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോവുകയും ചെയ്യും, ഇക്കാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇക്കാനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് തന്നത്. പക്ഷെ നല്ല വർക്കത്തുള്ള കൈ, അതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കേണ്ടിയൊന്നുമില്ല, നല്ല വർക്കത്തുള്ള കൈ അയക്കാതെ. ആൻഡ് ഇപ്പോൾ ഇനീഷ്യലി ഒരു പ്ലാനും ഇല്ല, എല്ലാം ഇങ്ങനെ വന്നതാന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള ലൈക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആയാലും റീൽസ് ആയാലും ട്രാവൽസ് ആയാലും എന്തെങ്കിലും സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് ഇതുവരെ ഞാൻ എല്ലാം ബൈ ചാൻസ് ഒന്നാണെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഇനി ബൈ ചോയ്സ് അതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറിന് എടുത്താലേ അറിയാം. ഇത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാനിതിപ്പോൾ ഒരു 6 ഗോൾസാണ് ഞാൻ സെറ്റ് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം എനിക്ക് 6 ഗോൾസ് ഉണ്ടായിരുന്നു. അത് ഈ കൊല്ലമായപ്പോൾ 2025 ആയപ്പോൾ ഞാൻ അതെല്ലാം ടിക്കിട്ട്. ഇനി ഇതിപ്പോൾ 2025 6 ഗോൾസാണ്. അപ്പോൾ ഈ വർഷം തീരുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ടിക്കിടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാവർക്കും ഫോളോ ചെയ്യാം. നിനക്ക് 6 ഗോൾസ് ഉണ്ടാക്കുക, ഇത് നിൻ്റെ വിഷൻ ബോർഡ് ആക്കിയിട്ട് ഫോണിൽ സേവ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ചെയ്യാം. എല്ലാവർക്കും ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും. അത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ചെയ്തിട്ട് പറയാം. ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ട്രെൻഡും അൽഗോരിതം ഫോളോ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കുറച്ചൊക്കെ നോക്കുന്നത്. എനിക്ക് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകാൻ എന്നോട് കുറേ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ നീ ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരമെല്ലാം തോന്നുന്നുണ്ട്. പോകുന്ന ആൾക്കാർ അവരറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ ഞാൻ ശരിക്കും ഇവരൊക്കെ ആരാ, പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ പക്ഷെ ഞാനെന്താ വെച്ചാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും പോവാന്നല്ലാതെ ഞാൻ ഇങ്ങനെ കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള ആളൊന്നും അല്ല. എനിക്ക് എന്നെ പേഴ്സണലി അറിയുന്നതുകൊണ്ട് അറിയാം.
അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള സാധനം ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വീഡിയോ പോസ്റ്റ് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. എൻ്റെ ജോലിയുടെ ഭാഗമായപ്പോഴാണ് കൂടുതൽ പഠിക്കുന്നത്. ഹാഷ്ടാഗ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല പൊതുവെ. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് ആ സമയത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റീച്ച് ഉണ്ടാക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്യാം. അതെ. മിന്റു, ഈ ലൈക്ക് ട്രാവലിങ്ങിനുള്ള മറക്കാൻ പറ്റാത്ത ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ഓവർ വൃത്തിയുള്ള ആൾക്കാർ, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഇതൊന്നും ട്രാവൽ ചെയ്യുമ്പോൾ നടക്കൂല. കുറേയൊക്കെ നമ്മൾ ട്രാവൽ നമ്മൾ ഭയങ്കര ഹമ്പിളാക്കും കുറേ. അപ്പോൾ അത് കുറേ ഫേസ് ചെയ്യുന്നുണ്ട്. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രിപ്പിൽ നീ തന്നെ വന്നിട്ടുണ്ട്, നേപ്പാൾ ട്രിപ്പ്. നിനക്ക് ഓർമ്മയില്ലേ? അതൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു റോഡ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ജോ എൻജോയ് ചെയ്തു. ആ സമയത്ത് റോഡ് മൊത്തം ലാൻഡ് സ്ലൈഡ് വന്നിട്ട് റോഡ് മൊത്തം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് മറ്റേതിൽ ബസ്സിൽ വന്ന് ആക്സിഡന്റ് ആയത്. അതെ. അപ്പോൾ നമ്മുടെ ബസ്സിന്റെ നേരെ മുന്നിൽ പോയ ഒരു ഇന്ത്യൻ ബസ്, 40 ആൾക്കാരെ ട്രാവൽ ചെയ്ത ഇന്ത്യൻ ബസ് കൊക്കയിലേക്ക് ഞങ്ങളുടെ നേരെ മുമ്പിൽ പോയ ബസ് മറിഞ്ഞിട്ട് അതിൽ 12 ആൾക്കാരല്ലാത്ത ബാക്കി എല്ലാവരും മരണപ്പെട്ടു. 12 പേരല്ലാത്ത ബാക്കി എല്ലാവരും മരണപ്പെട്ടു. അപ്പൊ ആ ബോഡി ഒഴുകി വരുന്ന നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് റോഡിൽ ബോഡി ഇങ്ങനെ വെള്ളത്തിലാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയ പോലെ തന്നെ ഇറങ്ങിയ ആൾക്കാരുടെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതുപോലെ ഇറങ്ങിയ ആൾക്കാരുടെ ഒക്കെ വെള്ളത്തിൽ കുതിർന്ന ലഗേജസ് റോഡിൽ കൂട്ടിട്ടേ നമ്മൾ കണ്ട്. സോ ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഇതൊക്കെ ചലഞ്ചസ് ആണ്. ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഹമ്പിളാക്കും. നമ്മളൊക്കെ ഇത്ര ഉള്ളൂ എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കും. പിന്നെ ട്രാവലിംഗ് ഓൾവേസ് ഹാപ്പി എന്നുള്ള. അതെ. പിന്നെ വേറെ ചിന്തകളൊന്നുമില്ലല്ലോ. പുതിയ പുതിയ കാഴ്ചകളാണ്. ഓരോ മിനിറ്റും ഇങ്ങനെ വിഷ്വൽസ് ഇങ്ങനെ മാറിയോണ്ടിരിക്കുകയാണ്, പുതിയ ആൾക്കാര്. പിന്നെ ലൈക്ക് ഇനി ചോദിക്കാനുള്ളത് ലൈക്ക് ഫണ്ണി ആയിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മളുടെ കുറച്ച് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാന്നുണ്ട്. നമ്മുടെ മിന്റുവിന്റെ ഫണ്ണി ആൻഡ് അൺഫോർഗറ്റബിൾ ഇൻസിഡൻസ് അത് വൈൽ ട്രാവലിംഗ്. ഇത് ആൾക്കാരെ ഭയങ്കര മോശമായിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാണ് പറയുന്നത്, ഞാൻ ആവേശത്തിൽ പറഞ്ഞു പോകുന്നത്. നാളെ പോസ്റ്റ് ചെയ്തിട്ട് എന്താവാന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റ് പോകാൻ മുട്ടി എന്താവും എന്നുള്ള ഒരു സംഭവം. ഇത് മനുഷ്യന്റെ എല്ലാ മനുഷ്യന്മാർക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഒരു പ്രാവശ്യം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ജോർജിയന്ന് ഒരു അവർക്ക് ജോർജിയ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഒരു മൗണ്ടനിൽ താഴോട്ടിറങ്ങുന്ന സമയത്ത് എവിടെയും ടോയ്ലറ്റ് ഇല്ല, കുറേ മണിക്കൂറുകൾക്ക് ശേഷം. അപ്പോൾ നമുക്കിവിടെ UAE ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും മുക്കിൽ ടോയ്ലറ്റ്സ് ഉണ്ട്. നമുക്ക് പെട്രോൾ പമ്പിൽ ടോയ്ലറ്റ്സ് ഉണ്ട്. അന്ന് അവിടെ മൗണ്ടൻസ് താഴോട്ടിറങ്ങി വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് വന്ന കുറച്ച് ഫണ്ണി തിങ്സ് അത് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഭയങ്കര ഒരു ഏറ്റവും ഫണ്ണി ആയിട്ട് ഇപ്പോഴും, അതായത് ഇങ്ങനത്തെ റീൽസ് ഒക്കെ വരുമ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് അയച്ചു തരും. ട്രിപ്പിന് പോകുമ്പോൾ ഡാഷിന് മുട്ടിയ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ലത് എന്താ പോസ്റ്റ് ചെയ്താൽ എന്താ ആവാന്നുള്ളത്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പക്ഷേ ലൈഫ് ലോങ് അതൊരു. പിന്നെ പാകിസ്ഥാനിലെ പോലീസ് പിടിക്കേ, പാകിസ്ഥാനിലല്ല, അത് ഇവിടെ അർമേനിയയില് പോലീസ്. പക്ഷെ അത് അന്ന് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. ഇന്നിപ്പോ ഈ 23-ാം തീയതി അർമേനിയൊക്കെ പോകണമെങ്കിൽ കാണുമ്പോ ഹായ് പണ്ട് പിടിച്ചിരുന്ന് എന്നൊക്കെ പറയണം അവിടെ എത്തിയിട്ട്. അപ്പോൾ അന്ന് അതായത് 2 രാജ്യങ്ങള്, അർമേനിയ, അസർബൈജാൻ, ഇവര് ചെറിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് 1 മാസം തന്നെ 3-4 പ്രാവശ്യം 2 രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പം ഇവർക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ എന്ത് കാര്യത്തിനാണ് ഇത്രയും ട്രാവൽ ചെയ്യുന്നതെന്നുള്ള അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പൊലച്ചയ്ക്ക് ഞാൻ അവിടെ പോയി ഇറങ്ങി ഒരിൻ്റെ പാസ്പോർട്ട് അവിടെ വാങ്ങി വെച്ച് കൊണ്ടുപോയി. പിന്നെ വൈകുന്നേരം എൻ്റെ പാസ്പോർട്ടൊക്കെ തന്നിട്ട് വിട്ടുള്ളൂ. അങ്ങനെ പോലീസ് അടിച്ചൊരു സംഭവമുണ്ട്. പക്ഷേ ഫുഡൊന്നും തന്നില്ല. അത് ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് തലേന്ന് രാത്രി ഞാൻ UAE പോയിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയി. പിന്നെ എനിക്ക് അന്ന് വയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്നെ ടോയ്ലറ്റിൽ വിടുകയെ ഒക്കെ അങ്ങനെ അതൊരു ചെറിയ ബുദ്ധിമുട്ടായി. പക്ഷെ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞാനത് മാനിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ട്രാവലിംഗ് ആ ഗ്രൂപ്പായിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രാവലിന് പ്രശ്നമായില്ല, കൊണ്ടുപോയ ആൾക്കാർ ഇല്ല. പുറത്ത് അതിനുള്ള സെറ്റപ്സ് എല്ലാം നമ്മൾ ചെയ്ത് ആ സമയം കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത ട്രാവൽ ഏജൻസിയും വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ എല്ലാം പഠിച്ചവൻ്റെ അടുത്ത് എനിക്ക് പഠിച്ചവൻ്റെ എപ്പോഴും ഒരു കാവലുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഒന്നും ഇല്ല. പിന്നെ ഇപ്പം ഞാനത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ പറയണമെങ്കിൽ അന്ന് തന്നെ പോലീസ് അടിച്ചോണ്ടല്ലേ
അന്ന് പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഷൈമ ചോദിക്കുമ്പോ എനിക്ക് പറയാനേ സാധനം. സത്യം. പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ മിന്നുവിന് നമ്മുടെ ലൈക്ക് ഓഡിയൻസിനോട് ലൈക്ക് പ്രത്യേകിച്ച് ലേഡീസിനോട്, ബിക്കോസ് യു ആർ ലൈക്ക് നോൺ ആസ് എ ഇൻഫ്ലുവൻസർ ഫോർ സ്പെഷ്യലി ഫോർ ലേഡീസ് ആൻഡ് ബട്ട് നീ പറഞ്ഞു ലൈക്ക് മോർ ദാൻ ദാറ്റ് യു വോണ്ട് നോ ആസ് എ ഹ്യൂമൻ സർവീസ് ലൈക്ക് റൈറ്റ്. സോ എന്നാലും ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ലൈക്ക് ഈവൻ ഇപ്പോൾ പല സ്ത്രീകളും ഉണ്ട് ലൈക്ക് ഡിപ്രഷനായിട്ടും ആൻസൈറ്റിയിലും അതിലൂടെ ഇതിലൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നമ്മളും പല രീതിയിലൂടെയും ആണ് ലൈക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് മനുഷ്യന്മാരാണ്. നമുക്ക് അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടാവും. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം പഠിച്ചവനെ കരുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ലൈഫ് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീണ്ടു വലിയൊരു സ്റ്റോറി ആയിട്ട് തന്നെ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് പഠിച്ചവൻ എന്നെ ഭയങ്കര പരീക്ഷണത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വലിയൊരു സ്ട്രഗിളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഫാദറിൻ്റെ ബ്രെയിൻ ട്യൂമർ, ഫാദറിൻ്റെ മരണം, ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒറ്റക്കായ സമയത്ത് എന്തിനാ പഠിച്ചവൻ, എനിക്ക് എന്താണ് ഈ ഒരുക്കി വെച്ചിട്ടുള്ള എന്ത് സുഖമാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പഠിച്ചതിൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പം എനിക്കറിയാം അതൊക്കെ എന്നെ സ്ട്രോങ് ആക്കാനായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തിലൂടെയാണോ ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് നോക്കണ്ട. പഠിച്ചവന് വലിയൊരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പം ഞാനൊരു ഇതും കൂടെ പറയാം. അക്ബർ ബീർബൽ കഥകൾ എല്ലാവർക്കും അറിയായിരിക്കും. ഒരിക്കൽ അക്ബർ ബീർബലിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിക്കാതിരിക്കാനും ഉള്ള ഒരു കോട്ട നീ എനിക്ക് പറയുമെന്ന്. അപ്പോൾ ബുദ്ധിമാനായ ബീർബൽ, അതെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ സമയവും കടന്നു പോകും. അപ്പോൾ നിങ്ങൾ സന്തോഷം, അങ്ങനെയാണ് ഈ സമയം കടന്നു പോകുന്നുള്ള കോട്ട് വരുന്നത്. അതെ, അങ്ങനെയാണ് ആ ഒരു കോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ദുഃഖത്തിലൂടെ അല്ല എന്തെങ്കിലും ഒരു സംഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ സമയവും കടന്നു പോകും. അമിതമായി സന്തോഷിക്കേണ്ട, ഈ സമയവും കടന്നു പോകും. മനുഷ്യനാണ്, ഹംബിളായിരിക്കുക. എല്ലാ മൊമെന്റിലും ലൈഫ് ഇങ്ങനെയാണ് എൻജോയ് ചെയ്യുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ചെറിയൊരു ജീവിതമുള്ളൂ, അത് വളരെ സന്തോഷമായിട്ടിരിക്കുക. ബാക്കിയുള്ള ആൾക്കാരെ ഹാം ചെയ്യാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് മിൻഡു. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ പോവാണ്, കാരണം ഞാൻ കുറെ പൊക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ ട്യൂൺ ഫോർ അനദർ എപ്പിസോഡ് ഫ്രം ചിൽപ്പിൾ ടോക്സ്.